നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ രാജ്യത്തിലെ ആരോഗ്യരംഗത്ത് വളരെയധികം ചർച്ചാ വിഷയമായ ഒന്നാണ് ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം. കോവിഡ് മഹാമാരി വന്നതിന് ശേഷം സാധാരണക്കാർക്ക് വരെ ആന്റിബയോട്ടിക്കുകളുടെ പേരുകളും അവയുടെ ഉപയോഗവും സുപരിചിതമായി കഴിഞ്ഞു. ആന്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം തടയാൻ ഇന്ത്യയിൽ ആദ്യമായി ഒരു ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചത് നമ്മുടെ കേരളത്തിലാണെന്നതാണ് ഏറ്റവും രസകരമായ കാര്യം. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ആന്റിബയോട്ടിക്കുകൾ നൽകരുതെന്നാണ് നിയമം. എന്നാൽ ആരിത് പാലിക്കുന്നു? ഇത് പരിശോധിക്കുവാൻ ഒരു സംവിധാനവും ഇപ്പോൾ നിലവിലില്ല. മരുന്ന് ലോബികൾ യഥേഷ്ടം കേരളത്തിൽ വിഹരിച്ച് വൻ ലാഭം നേടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഒരു വർഷം കേരളത്തിൽ 56 കോടി രൂപയുടെ ആന്റിബയോട്ടിക്കുകൾ വിൽക്കപ്പെടുന്നു എന്നാണ് കണക്ക്. ഇന്ത്യയിൽ വിൽക്കുന്ന മൊത്തം മരുന്നുകളിൽ 10% ഉപയോഗിക്കുന്നതും കേരളത്തിലാണ്. ചികിത്സാ സൗകര്യങ്ങൾ, ഉയർന്ന ആരോഗ്യ അവബോധം, മികച്ച വിപണി സൗകര്യങ്ങൾ എന്നിവയെല്ലാം കേരളത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ചെറിയ പനി വന്നാൽ പോലും പഴയ കുറിപ്പടി ഉപയോഗിച്ച് ആന്റിബയോട്ടിക്കുകളെ മലയാളികൾ ആശ്രയിക്കുകയാണ്. രോഗിക്ക് കൈവശം വയ്ക്കുവാനും മരുന്ന് നൽകുന്ന മെഡിക്കൽ സ്റ്റോറുകാർക്ക് കൈവശം വയ്ക്കുവാനുമായി 2 കുറിപ്പടികൾ ഡോക്ടർമാർ എഴുതണമെന്നാണ് നിർദ്ദേശം. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ അളവിൽ കൃത്യമായ ദിവസങ്ങളിൽ മാത്രം കഴിക്കേണ്ടവയാണ് ആന്റിബയോട്ടിക്കുകൾ എന്ന കാര്യവും ആരും ഇപ്പോൾ ഗൗരവത്തിൽ എടുക്കുന്നില്ല. ഇതിനോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊന്നാണ് ജനറിക് മരുന്നുകളെ പറ്റിയുള്ളത്. ഓരോ മരുന്നിനും 3 ഘട്ടങ്ങളിൽ 3 പേരുകൾ ഉണ്ടാകും. ആദ്യത്തേത് മരുന്നിന്റെ പരീക്ഷണ ഘട്ടങ്ങളിൽ നൽകുന്ന ഒരു പേര്. രണ്ടാമത്തേത് എല്ലാ വിഭാഗക്കാർക്കും മനസ്സിലാകുന്ന മറ്റൊരു പേര്. ഇതിനെയാണ് ജനറിക് നെയിം എന്ന് പറയുന്നത്. മൂന്നാമത് മരുന്നിന്റെ പേറ്റന്റ് എടുക്കുന്ന കമ്പനികൾ നൽകുന്ന ബ്രാൻഡ് പേര്. ഒരു ഉദാഹരണം നോക്കിയാൽ പാരാ അസറ്റാമിഡോ ഫൈനോൾ എന്ന രാസനാമത്തിൽ അറിയപ്പെടുന്ന മരുന്നിന്റെ ജനറിക് പേരാണ് പാരസെറ്റമോൾ. ഇത് കമ്പനി ബ്രാൻഡുകളാകുമ്പോൾ കാൽപോൾ, ഫെപ്പാനിൽ, ക്രോസിൻ എന്നിങ്ങനെയൊക്കെ ആകും. ഡോക്ടർമാർ ജനറിക് പേരുകൾ എഴുതണമെന്ന് കർശന നിർദ്ദേശമുണ്ടെങ്കിലും അത് പാലിക്കപ്പെടുന്നില്ല. ഒരു വർഷം മൊത്തം 15,000 കോടിയുടെ മരുന്ന് വിൽപ്പന നടക്കുന്ന കേരളത്തിൽ ഡോക്ടർമാർ നൽകുന്ന കുറിപ്പടിയുമായി ആശുപത്രി ഫാർമസികളിൽ ചെന്നാൽ ആ മരുന്ന് അവിടെ കാണില്ല. എന്നാൽ പുറത്ത് മെഡിക്കൽ സ്റ്റോറുകളിൽ അത് സുലഭമായി ലഭിക്കുകയും ചെയ്യും. മരുന്നുകളുടെയൊക്കെ ഗുണനിലവാരം പരിശോധിക്കേണ്ടത് സർക്കാർ സംവിധാനങ്ങളാണ്. അവിടെയും അത് കാര്യമായി പ്രവർത്തിക്കുന്നില്ല. ഇനി തിരികെ ആന്റിബയോട്ടിക്കിലേക്ക് വരാം. നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ NCDC ഒരു പഠനം നടത്തിയിരുന്നു. അതിൽ പറയുന്നത് ഇന്ത്യയിൽ 55% പേർക്കും രോഗം തടയാനായി, പ്രതിരോധത്തിനായി ആന്റിബയോട്ടിക്കുകൾ നൽകുന്നുവെന്നാണ്. എന്നാൽ 45% പേർക്ക് മാത്രമാണ് യഥാർത്ഥ രോഗം കണ്ടെത്തി അതിൻ്റെ ചികിത്സയ്ക്കായി അനുയോജ്യമായ ആന്റിബയോട്ടിക്കുകൾ നൽകുന്നത്. ബാക്ടീരിയകൾ ഉണ്ടാക്കുന്ന രോഗങ്ങളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചുള്ള ആന്റിബയോട്ടിക്കുകൾ നൽകാത്തത് കാരണം ശരീരത്തിൽ അതിനെതിരായ പ്രതിരോധം സൃഷ്ടിക്കപ്പെടുകയാണ്. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അഥവാ AMR എന്ന അവസ്ഥ വരുന്നത് പിന്നീട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുമുണ്ട്. ഇന്ത്യൻ സാഹചര്യത്തിൽ വ്യാപകമായി കാണപ്പെടുന്ന ഈകോളി, ക്ലെബ്സിയെല്ല, അസിനെറ്റോബാക്ടർ, സ്റ്റെഫലോകോക്കസ് ഓറിയസ്, എൻഡറോകോക്കസ് എന്നീ ബാക്ടീരിയകൾ പല ആന്റിബയോട്ടിക്കുകളെയും പ്രതിരോധിക്കുവാനുള്ള ശേഷി നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് രോഗികളിൽ മരുന്നുകൾ ഫലിക്കാതെ വരുന്നതും ആരോഗ്യസ്ഥിതി മോശമാകുന്നതിനും കാരണമാകുകയാണ്. ഓരോ രോഗത്തിന്റെയും ലബോറട്ടറി പരിശോധന നടത്തി അതിന്റെ കാരണം കണ്ടെത്തി ചികിത്സ നൽകുവാനുള്ള സൗകര്യക്കുറവ് കാരണം ആന്റിബയോട്ടിക്കുകൾ പ്രതിവിധിയായി നൽകുന്നതാണ് പൊതുവെ കണ്ടുവരുന്നത്. ഇത് വലിയൊരു സാമൂഹ്യ പ്രശ്നമായി മാറിയിട്ടുണ്ട്. മരുന്ന് വിൽപ്പനയിൽ കമ്പനികളും ആരോഗ്യ മേഖലയിലുള്ളവരുമായുള്ള അവിശുദ്ധ ബന്ധവും രോഗികളെ കച്ചവട വസ്തുവാക്കി കണക്കാക്കുന്ന തരത്തിലേക്കാണ് നയിക്കുന്നത്. ആശുപത്രികളിലെ തിരക്കും ഡോക്ടർമാർക്ക് പരിശോധിക്കേണ്ട രോഗികളുടെ എണ്ണത്തിലെ വർധനവും ആന്റിബയോട്ടിക്കുകൾ നിർദ്ദേശിക്കുന്നതിന് കാരണമായി എന്ന് ഒരു വിലയിരുത്തലുമുണ്ട്. രോഗികളുടെ എണ്ണത്തിനനുസരിച്ചുള്ള ലബോറട്ടറി പരിശോധനാ സൗകര്യങ്ങൾ പൊതുവെ പരിമിതമാണെന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. പരിശോധനാ ഫലം ലഭിക്കുന്നതിനും കാലതാമസം നേരിടുന്നുണ്ട്. മൃഗങ്ങൾക്ക് കുത്തിവയ്ക്കുന്ന ആന്റിബയോട്ടിക്കുകൾ പിന്നീട് മനുഷ്യരിലെത്തുകയും അത് മനുഷ്യ ശരീരത്തിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. അമിതമായ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം മനുഷ്യ ശരീരത്തിൽ ഇവയ്ക്കെതിരായ പ്രതിരോധം സൃഷ്ടിക്കുകയും രോഗത്തെ അതിജീവിക്കുവാനുള്ള ശേഷി കുറയ്ക്കുകയും ചെയ്യുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക്, കമന്റ്, ഷെയർ എന്നിവയൊക്കെ നൽകുക. നന്ദി, നമസ്കാരം.